അതോടൊപ്പമാണല്ലോ ഷിനോജ് UAE പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ചർച്ച നടത്തി എന്നറിയുന്നു. നിലവിലെ സ്ഥിതിഗതികൾ തന്നെയായിരിക്കും ചർച്ചയായിട്ടുണ്ടാവുക. അതോടൊപ്പം സമാധാന സാധ്യതകൾ എത്രത്തോളം ചർച്ചയായിട്ടുണ്ടാകും? ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മേഖലയിൽ ഇറാൻ നടത്തുന്ന കടന്നുകയറ്റമാണ് വിഷയമായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഒമാനെതിരെ നടന്ന ആക്രമണം, UAEക്കെതിരെ നടന്ന ആക്രമണം, ഇതെല്ലാം ഈ ട്രംപും ഷെയ്ഖ് മുഹമ്മദും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിൽ ഏത് തരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഇരു നേതാക്കളും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടെലിഫോൺ സംഭാഷണമായിരുന്നു. നീണ്ട ടെലിഫോൺ സംഭാഷണത്തിൽ എത്ര കാലം ഇത് മുന്നോട്ട് പോകും എന്നുള്ള നിലയ്ക്ക് ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം ഈ ഇരു ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നീണ്ട ഒരു യുദ്ധം എന്ന് പറയുന്നത് അത് സാമ്പത്തിക താല്പര്യങ്ങളെയും അതേപോലെ തന്നെ ഇവിടെയുള്ള ജനസമൂഹത്തിന്റെ താല്പര്യങ്ങളെയും ലംഘിക്കുന്നതാണ്, ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നതാണ് എന്നുള്ള നിലയ്ക്കുള്ള സന്ദേശം നേതാക്കൾ കൈമാറിയിട്ടുണ്ട്. ഇന്ന് തന്നെ UAEയിൽ എല്ലാവരും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകൾ പുറത്തിറങ്ങേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് നാളെയും ഒക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ UAEയുടെ 2 ഓഹരി വിപണികളും ഇന്നും നാളെയും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അബുദാബിയിലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ദുബൈയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റും ഇന്നും നാളെയും അടച്ചിടും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അത് വ്യക്തമാക്കുന്നത് സാമ്പത്തിക മേഖലയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്, കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം എണ്ണവില വളരെയധികം കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതുവരെ നിലനിന്നിരുന്ന ഒരു ഇക്വിലിബ്രിയത്തെ ഇത് ബാധിക്കുന്നു, ഇവിടുത്തെ നിലകൾ തെറ്റുന്നു എന്നുള്ള നിലക്കുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യങ്ങളെ തന്നെ, ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്ന തരത്തിലായിരിക്കും അവസാനിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു സന്ദേശമാണ് ലോക നേതാക്കൾക്ക് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്നത്. GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തു വന്നിരുന്നു. അവരും നൽകുന്നത് GCC രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടാൻ തീരുമാനിക്കുകയും ഈ വിഷയങ്ങൾ ലോക നേതാക്കളെ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ള അതിനുള്ള സാധ്യതകൾ ആരായാനുമുള്ള ഒരു നീക്കമാണ് GCC നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അടുത്ത ശക്തമായ നയതന്ത്ര ഇടപെടലിലേക്ക് UAE കടക്കുകയാണ്. ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം ഈ നിലവിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു എന്നറിയുന്നു. അതുപോലെ തന്നെ UAE ഇറാനിലെ എംബസി അടക്കാനുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് എന്നത്.